ഗ്രേപ്പ് ജ്യൂസ് ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാമല്ലേ? എന്നാൽ ഈ ഒരു രീതിയിൽ നിങ്ങൾ എപ്പോഴെങ്കിലും ഗ്രേപ്പ് ജ്യൂസ് ഉണ്ടാക്കിയിട്ടുണ്ടോ? അപ്പോൾ അതിന് വേണ്ടി ഞാനിപ്പോൾ ഇവിടെ ഏകദേശം ഒരു 1.5 കപ്പ് കറുത്ത മുന്തിരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പം ഞാൻ ഈ ഒരു മുന്തിരി നന്നായിട്ട് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിനുശേഷം ഞാനിപ്പോൾ ഇവിടെ ഒരു മിക്സിയുടെ ജാറിലോട്ടേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൽ മധുരത്തിന് ആവശ്യമായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു 1/2 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ പഞ്ചസാരയുടെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മിൻറ്റ് ലീഫാണ്. അപ്പോൾ ഈ ഒരു മിൻറ്റ് ലീഫ് നിങ്ങൾ നിർബന്ധമായിട്ട് ചേർത്ത് കൊടുക്കണം. എന്നാൽ മാത്രമേ ഈ ഒരു മുന്തിരി ജ്യൂസിന് പ്രത്യേക തരം ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി ഇതിലേക്ക് ഞാൻ 1 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കൂടുതൽ വെള്ളം ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നില്ല, കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടാണ് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഇതാ മുന്തിരി ജ്യൂസ് നന്നായിട്ട് അടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊരു അരിപ്പ് വെച്ചിട്ട് ഒന്ന് അരിച്ചെടുക്കാം. അങ്ങനെ ഇതാ മുന്തിരി ജ്യൂസ് മുഴുവനായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ആ ഒരു മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് വെള്ളം കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെള്ളത്തിൻ്റെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഒരു കൊടും ചൂടിനെ എല്ലാവരും വീട്ടിൽ മുന്തിരിയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ നല്ല ടേസ്റ്റാണ്, വെറൈറ്റിയാണ് ഈ ഒരു ജ്യൂസ് തന്നെ. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ പകുതി ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ലെമൺ ജ്യൂസ് എന്തായാലും നിങ്ങൾ ഒഴിച്ചു കൊടുക്കണം, പ്രത്യേക തരം ഒരു ടേസ്റ്റ് തന്നെ ഉണ്ട്. പിന്നെ ഇതിൽ ആവശ്യത്തിന് ഞാൻ ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ റിഫ്രഷിങ് ജ്യൂസ് ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ മുന്തിരിയൊക്കെ ഉള്ള സമയത്ത് ഇതുപോലെ ഒന്ന് വെറൈറ്റി ആയിട്ടൊന്ന് ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റാണ്. ഈ ഒരു കടുത്ത ചൂടിന് നല്ല ആശ്വാസമായിരിക്കും ഇങ്ങനത്തെ ജ്യൂസൊക്കെ. അപ്പോൾ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാമല്ലോ, കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. സാധാരണ രീതിയിൽ മുന്തിരിയൊക്കെ പുഴുങ്ങിയിട്ട് അടിക്കുന്നതിന് പകരം പെട്ടെന്ന് തന്നെ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ താങ്ക് യു.